സതീശൻ മുഖ്യമന്ത്രിയാണെന്നുള്ള കാര്യം അദ്ദേഹം പ്രവചിച്ചു. ഇനി അദ്ദേഹത്തിനെതിരെ ഒരു സ്ത്രീ ദൈവമായ കർത്താവ് മാർപ്പാപ്പയ്ക്ക് അങ്ങനെ ഒരു വെളിപാട് കൊടുക്കാൻ പോവുകയാണെന്ന് ഇദ്ദേഹത്തിന് അതിന് മുമ്പേ വെളിപാട് കിട്ടിയിരിക്കുകയാണ്. ഇവരുടെ മനസ്സിൽ തോന്നുന്ന പല വിഷയങ്ങളെയും സ്വയം പ്രവാചകന്മാരാണെന്ന് മറ്റുള്ളവർ ധരിക്കുന്നതിന് വേണ്ടി പ്രവചനം എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നു. കൊണ്ടു കിട്ടിയാ കിട്ടി, പോയാൽ പോയി. തന്റെ ഉള്ളിൽ തോന്നുന്ന ബോധ്യങ്ങൾ ജനത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് പ്രവചനം എന്ന രീതിയിൽ ഗിമ്മിക്ക് കാണിക്കുന്നതാണോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിലെ കേരളത്തിലെ സഭകളിൽ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയ്ക്ക് പുറത്തുള്ള പല പെന്തക്കോസ്ത് സഭകളിൽ കുറേയധികം ന്യൂജൻ പാസ്റ്റർമാർ പ്രവാചകന്മാരായി അവതരിക്കുകയാണ്. ചില പെന്തക്കോസ്ത് സഭകൾ അവരെ പെന്തക്കോസ്ത് സഭകളൊന്നും പോലും അംഗീകരിക്കുന്നില്ല. അതൊരു മറ്റൊരു വിഷയമാണ്. ന്യൂജൻ പെന്തക്കോസ്ത് പാസ്റ്റർമാർ, ഇങ്ങനെ തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അവർ പ്രവചനപരമുള്ളവരാവുകയും പ്രവചിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുക. ഇങ്ങനെയുള്ള പ്രവചനത്തിന്റെ ഫലമായി നമ്മുടെ കേരളത്തിൽ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ അധികാരമേറ്റു എന്ന് വരെ പ്രചരിപ്പിക്കുന്നവരുണ്ട്. അതിനിടയിലാണ് മറ്റൊരു പ്രവാചകനെ ഞാൻ പരിചയപ്പെട്ടത്. ആ പ്രവാചകനെ ഇവിടെ എടുത്തു പറയാൻ കാരണം കത്തോലിക്ക സഭയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു മാറ്റത്തെക്കുറിച്ച് പ്രവചിച്ച ഒരു പ്രവചനമാണ്. അദ്ദേഹത്തിന്റെ പേര് പ്രവാചകൻ ബിനീഷ് ജോണി എന്നാണ്. പ്രവചനം എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. സഭകൾ കത്തോലിക്ക അങ്ങനെയുള്ള സഭകളിലെ ക്രിസ്തീയ പള്ളികളിലെ ആരാധന രീതികൾക്ക് മാറ്റം ഉണ്ടാകും എന്ന് ചില മാസങ്ങൾക്ക് മുമ്പ് ദൈവശബ്ദം കൈമാറിയിരുന്നു. അതതുപോലെ സംഭവിക്കുകയും ചെയ്ത ദൈവങ്ങൾക്കറിയാം. എന്നാൽ വീണ്ടും പറയുന്നു, ശുദ്ധ കൈമാറിയിരുന്നു. അതതുപോലെ സംഭവിക്കുകയും ചെയ്ത ദൈവങ്ങൾക്കറിയാം. എന്നാൽ വീണ്ടും പരിശുദ്ധാത്മാവ് പറയുന്നു, സമുദായ പള്ളികളിൽ വീണ്ടും ഒരു ഇടയലേഖനം വായിക്കും. അത് ദൈവിക കൽപ്പനയാണ്, വചനത്തിന്റെ നിവൃത്തിയാണ്, വചനത്തിന്റെ കൽപ്പനയാണ്. ആ കൽപ്പന അനുസരിക്കണം എന്നുള്ള ഒരു ഓർഡർ നാത്തോൾ അവതരിപ്പിക്കുന്നു. FM റേഡിയോയിൽ പവർ ബാങ്ക് അടങ്ങിയ 3-in-1 ബ്ലൂടൂത്ത് സ്പീക്കർ. ഈ 3-in-1 ബ്ലൂടൂത്ത് സ്പീക്കർ എന്നുള്ള ഒരു ഓർഡർ മാർപ്പാപ്പ സഭകൾക്ക് കൈമാറും, ഇടയലേഖനം കൈമാറും, സർക്കുലർ വായിക്കും. അത് എഴുതിയവരുടെ തന്നെയാണ് എന്നെ കാണിച്ചു തരികയായിരുന്നു. പള്ളികളുടെ ഒരു സൈഡിൽ സ്നാനക്കുളം പണിയണമെന്ന മാർപ്പാപ്പ ഓർഡർ. ഇത് വചനത്തിലുള്ള ദൈവിക ശബ്ദമാണ്, ദൈവത്തിന്റെ കൽപ്പനയാണ്. ഇത് ദൈവിക കൽപ്പന അനുസരിക്കാൻ ദൈവത്തിന്റെ മക്കൾ ബാധ്യസ്ഥരാണ്. അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്. കുറേയധികം വരാൻ പോകുന്ന ദുരന്തങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവിൽ അദ്ദേഹത്തിന് കിട്ടുന്ന പ്രവചനമായാണ് പറയുന്നത്. ലോകം മുഴുവൻ ഒരേ സമയം കൊടുങ്കാറ്റാഞ്ഞടിക്കും. ഒരു പ്രവചനം. സതീശൻ മുഖ്യമന്ത്രിയാണെന്നുള്ള കാര്യം അദ്ദേഹം പ്രവചിച്ചു. ഇനി അദ്ദേഹത്തിനെതിരെ ഒരു സ്ത്രീ അദ്ദേഹത്തിനെതിരെ പ്രവർത്തിക്കും. അതാണ് അടുത്ത പ്രവചനം. മൂന്നാമതൊരു പ്രവചനം, ജമ്മു കാശ്മീരിൽ പെൻസിൽവാനിയ എന്നൊരു സ്ഥലത്ത് വലിയൊരു ഭൂകമ്പങ്ങളും വലിയ നാശനഷ്ടങ്ങളും പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടാകും. നാലാമതൊരു പ്രവചനം പറയുന്നിടത്താണ് നമ്മെ സംബന്ധിച്ചുള്ള വിഷയം. കത്തോലിക്ക ഓർത്തഡോക്സ് CSI സഭകൾ അവരുടെ ദേവാലയത്തിനടുത്ത് സ്നാനക്കുളങ്ങൾ ഉണ്ടാക്കാൻ മാർപ്പാപ്പ കൽപ്പിക്കും. ശ്രദ്ധിക്കണേ, മാർപ്പാപ്പ കൽപ്പിച്ചിട്ട് കത്തോലിക്ക സഭയിലെ എല്ലാവരുടെയും ആരാധന രീതികളൊക്കെ മാറാൻ പോവുകയാണ്. പ്രധാനമായും
ചേർന്ന് സ്നാനക്കുളം പണിയാനും അവിടെ മാമോദിസ നടത്തുവാനും മാർപ്പാപ്പ ചാക്രിക ലേഖനം ഇറക്കും. അത് കേട്ടിട്ട് ഓർത്തഡോക്സുകാരും CSCകാരൊക്കെ അവരുടെ ദേവാലയത്തിനടുത്ത് മാർപ്പാപ്പയെ അനുസരിച്ചുകൊണ്ട് സ്നാനക്കുളം പണിയും. ദൈവമായ കർത്താവ് മാർപ്പാപ്പയ്ക്ക് അങ്ങനെ ഒരു വെളിപാട് കൊടുക്കാൻ പോവുകയാണെന്ന് ഇദ്ദേഹത്തിന് അതിന് മുമ്പേ വെളിപാട് കിട്ടിയിരിക്കുകയാണ്. ഇത് കേട്ടാൽ നമ്മൾ ചിരിക്കാതിരിക്കുമോ? കാരണം കത്തോലിക്ക സഭയെക്കുറിച്ചോ ഓർത്തഡോക്സ് സഭയെക്കുറിച്ചോ CSI സഭയെക്കുറിച്ചോ ഒന്നും അറിയാത്തത് കൊണ്ടല്ലേ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. മാർപ്പാപ്പ പറഞ്ഞാൽ ഓർത്തഡോക്സുകാരും CSIക്കാർക്കും അത് ബാധകമല്ല എന്നുള്ളത് മിനിമം വിഷയം. ഇനി രണ്ടാമത്, സഭയിൽ തന്നെ പൗരസ്ത്യമെന്നും പാശ്ചാത്യമെന്നും രണ്ട് വിഭാഗങ്ങളുണ്ടെന്നും പാശ്ചാത്യ സഭയിലെ അധികാരിയാണ് മാർപ്പാപ്പ എന്നും പാശ്ചാത്യ ആരാധനക്രമങ്ങളെ കുറിച്ചാണ് മാർപ്പാപ്പ പറയുക എന്നുള്ളതും പൗരസ്ത്യ സഭയ്ക്ക് പൗരസ്ത്യ സഭയുടേതായ വ്യത്യസ്തങ്ങളായ 23 റീത്തുകളിലും അതിൻ്റെതായ ആരാധനക്രമങ്ങൾ ഉണ്ടെന്നും ഈ ആരാധനക്രമങ്ങൾക്കനുസരിച്ചാണ് സഭ റീത്തുകളായി മാറിയിരിക്കുന്നതെന്നുള്ള അടിസ്ഥാന ബോധ്യമില്ലാത്തത് കൊണ്ടല്ലേ ഇദ്ദേഹത്തിന്റെ പ്രവചനം ഇവിടെ ഇങ്ങനെ പിഴച്ചത്. ഇനി അടുത്ത വസ്തുത, മാമോദിസ നൽകുന്നതിന് വേണ്ടി പള്ളിക്കടുത്ത് ഒരു ചെറിയൊരു സ്വിമ്മിംഗ് പൂള് ചെറിയ കുളം ഉണ്ടാക്കി എല്ലാവരെയും മാമോദിസ കൊടുക്കുമെന്ന് പറയുമ്പോൾ മാമോദിസ സ്വീകരിച്ച വ്യക്തികൾ, ഇതുവരെ മാമോദിസ സ്വീകരിച്ച വ്യക്തികളുടെ മാമോദിസ ഇൻവാലിഡ് ആണെന്ന് മാർപ്പാപ്പ പ്രഖ്യാപിക്കുമെന്നല്ലേ ഇദ്ദേഹം ഈ പറഞ്ഞു വെച്ചത്? ഇതൊരു പ്രവചനമാണ്. ഇങ്ങനെ ഏതെങ്കിലും മാർപ്പാപ്പ തലയ്ക്ക് വിവരമുണ്ടെങ്കിൽ ചാക്രിക ലേഖനത്തിൽ പറയൂ. ഇനി മറ്റൊന്ന്, കത്തോലിക്ക സഭയുടെയും മറ്റു സഭകളുടെയും, അതായത് ഓർത്തഡോക്സ് സഭയിലാണെങ്കിൽ പോലും യാക്കോബായ സഭയിലാണെങ്കിൽ പോലും സ്വീകരിക്കുന്ന മാമോദിസ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ചെയ്യുകയില്ല. ജീവജലം ഒഴുകുന്ന ജലമാണ്. ഒഴുകുന്ന ജലമായതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാമോദിസ കൊടുക്കുമ്പോൾ മാമോദിസ തൊട്ടിയിലേക്ക് വെള്ളം കുട്ടിയുടെ ശിരസിലൂടെ ഒഴിക്കുന്നത്. കിണ്ടിയിൽ വേറൊരു വെള്ളം എടുത്തുകൊണ്ട് ആ കുട്ടിയുടെ ശിരസിലേക്ക് ഒഴിക്കുന്ന വെള്ളം, ഒഴുകുന്ന വെള്ളമാണ് മാമോദിസയ്ക്ക് ഉപയോഗിക്കുന്നത്. അതാണ് ജീവജലം, കെട്ടിക്കിടക്കുന്ന വെള്ളമല്ല എന്നുള്ള അടിസ്ഥാനപരമായ കത്തോലിക്ക സഭയുടെ അറിവ് ഇദ്ദേഹത്തിന് ഇല്ലാത്തത് കൊണ്ടല്ലേ ഇദ്ദേഹം മാർപ്പാപ്പയെ കൊണ്ട് ചാക്രിക ലേഖനം എഴുതിപ്പിക്കുമെന്ന് പ്രവചിച്ചത്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഇവരുടെ മനസ്സിൽ തോന്നുന്ന പല വിഷയങ്ങളെയും സ്വയം പ്രവാചകന്മാരാണെന്ന് മറ്റുള്ളവർ ധരിക്കുന്നതിന് വേണ്ടി പ്രവചനം എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നു. കൊണ്ടു, കിട്ടിയ കിട്ടി, പോയ ആർക്ക് പോയി. ഇതല്ലേ പ്രവചനങ്ങൾ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. യേശു തന്റെ ജീവിത കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും പീലാത്തോസ് ഇന്ന ചെയ്യും, ഹെറോദോസ് ഇന്ന പോലെ ചെയ്യും, അല്ലെങ്കിൽ സീസർ ഇന്ന പോലെ ചെയ്യും എന്നൊക്കെ പ്രവചിക്കാൻ നിന്നിട്ടുണ്ടോ? സീസറിന്റെ പുറകെ സ്ത്രീകൾ കൂടുമെന്നോ പീലാത്തോസിന്റെ കൂടെ ഇന്ന വ്യക്തികൾ കൂടുമെന്നോ എന്തെങ്കിലും യേശു പ്രവചിക്കാൻ നിന്നിട്ടുണ്ടോ? ബൈബിളിലെ അപ്പസ്തോല പ്രവർത്തനങ്ങളിലെ ജെറുസലേമിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു ക്ഷാമത്തെക്കുറിച്ച് സഭ പ്രാർത്ഥിച്ചപ്പോൾ ഒരു പ്രവാചകൻ പറഞ്ഞതായി ബൈബിളിൽ കാണാം. അതെന്തിനു വേണ്ടിയാണ്? സഭയെ ഒരുക്കുന്നതിന് വേണ്ടിയും ക്ഷാമമുള്ള സ്ഥലത്തേക്ക് സഹായം എത്തിക്കുന്നതിന് വേണ്ടി മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ദശാംശം പിരിച്ചു നൽകുന്നതിന് വേണ്ടിയും ദൈവം സഭയ്ക്ക് കൊടുത്ത സന്ദേശമാണ്. ഇദ്ദേഹം പറയുന്നത് പോലെ എവിടെയോ ഉള്ള പെൻസിൽവാലിയയ്ക്ക് വേണ്ടി ഇവിടെ കിടന്ന് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ ഇവിടെ കിടന്ന് ദർശനം കാണുകയോ പ്രവചനം നടത്തുകയോ ഒന്നും അല്ല. അപ്പോൾ എന്താ പറയുന്നത്? വളരെ സിമ്പിൾ. പെൻസിൽവാലിയ എന്ന സ്ഥലത്ത് വലിയൊരു ക്ഷാമം അല്ലെങ്കിൽ വലിയൊരു ഭൂകമ്പം കടന്നു വരുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എല്ലാവരും കൂടി പ്രാർത്ഥിക്കും. അപ്പൊ അവിടെ ഒന്നും നടന്നില്ലെങ്കിൽ എന്ത് പറയും? നമ്മുടെ പ്രാർത്ഥന ഫലിച്ചിരിക്കുന്നു, അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, ദൈവമേ നന്ദി. വളരെ സിമ്പിൾ. ഇനി ജമ്മു കാശ്മീരിൽ എന്തെങ്കിലും ദുരന്തം ഉണ്ടായാലോ? നോക്കൂ, ഞാൻ അന്ന് പ്രവചിച്ചതാണ്, അവിടെ ഞാൻ സംഭവിച്ചിരിക്കുന്നു. അത് പെൻസിൽവാനിയയിൽ സംഭവിച്ചില്ല, അടുത്ത് സംഭവിച്ചു. പെൻസിൽവാനിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ട് അവിടെ സംഭവിച്ചില്ല, പക്ഷെ മറ്റൊരു സ്ഥലത്ത് സംഭവിച്ചിരിക്കുന്നു. അപ്പൊ എന്റെ പ്രവചനം ഇതാ പൂർത്തിയായിരിക്കുന്നു. കണ്ടോ? എത്ര വളരെ സിമ്പിളാണ് പ്രവചനം. സതീശൻ മുഖ്യമന്ത്രി അവൻ സ്വയം പ്രവചിച്ചു, നടന്നതിന് ശേഷം അത് വെളിപ്പെടുത്തി. അല്ലെങ്കിൽ നമുക്കറിയാം, കേരളത്തിലെ ഭൂരിഭാഗം പേർക്കും അറിയായിരുന്നു സതീശൻ മുഖ്യമന്ത്രി എന്നുള്ള കാര്യം.
പ്രവചനമായി കാണുകയാണ്. ഇനി സതീശന് പുറകെ ഒരു സ്ത്രീ കടന്നു വരാൻ പോവുക, മുഖ്യമന്ത്രിക്കെതിരെ പ്രവർത്തിക്കാൻ പോവുക. നിങ്ങൾ പ്രാർത്ഥിക്കൂ. സംഭവിച്ചില്ലെങ്കിൽ എന്ത് പറയാം? നമ്മൾ പ്രാർത്ഥന കാരണം ആ വലിയൊരു തിന്മയിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു. സംഭവിച്ചാൽ എന്ത് പറയാം? കണ്ടോ, ഇയാളെന്ന് പ്രവചിച്ചു, സംഭവിച്ചിരിക്കുന്നു. ഇതുപോലെയുള്ള കള്ള പ്രവാചകന്മാരെ സൂക്ഷിക്കുവാൻ തന്നെയല്ലേ കർത്താവ് തന്റെ ജീവിതകാലത്ത് നമ്മോട് ആവശ്യപ്പെട്ടത്? ഇതാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഒരു ക്രിസ്ത്യാനി എങ്ങനെ ആയിരിക്കണമെന്നാണോ ദൈവം ആഗ്രഹിക്കുന്നത്? തന്റെ ഉള്ളിൽ തോന്നുന്ന ബോധ്യങ്ങൾ ജനത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് പ്രവചനം എന്ന രീതിയിൽ ഗിമ്മിക്ക് കാണിക്കുന്നതാണോ ന്യൂജൻ പാസ്റ്റർമാരുടെ രീതി എന്ന് പറയുന്നത്? അടിസ്ഥാനപരമായ അറിവ് പോലും ഇല്ലാതെ നടത്തുന്ന തോന്നിയാസങ്ങൾ അല്ലെങ്കിൽ തോന്നിയ പ്രവചനങ്ങൾ, ഇതൊക്കെ വിശ്വസിക്കാൻ കുറെ ആളുകളും ആ കെട്ടുകഥകൾക്കും കടങ്കഥകൾക്കും പുറകെ പോകുന്ന ജനം. ഇവിടെ എന്തു മാനസാന്തരം സംഭവിച്ചു? ഇവിടെ എന്താണ് മാറ്റം സംഭവിച്ചത്? അതുകൊണ്ട് ഏത് ആത്മാവാണ് രക്ഷപ്പെട്ടത്? എന്റെ സഭയിലേക്ക് ആളുകൾ വരുന്നതിന് വേണ്ടി നൽകുന്ന പ്രോസ്പെരിറ്റി ഗോസ്പൽ, പണമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള സുവിശേഷം, അതല്ല ഇവിടെ നടക്കുന്നത്. ഇവിടെ അപമാനിക്കപ്പെടുന്നത് ആരാ? ഇവിടെ പണമുണ്ടാക്കുന്നത് ആരാ? ക്രിസ്തു അപമാനിക്കപ്പെടുന്നു, ഇവർ പണമുണ്ടാക്കുന്നു. ഇവർ സ്വയം പ്രവാചകന്മാരാകുമ്പോൾ വലിയ വലിയ ബിസിനസ് ശൃംഖലകൾ തങ്ങൾക്ക് വേണ്ടി പ്രവചിക്കാൻ വേണ്ടി ഇവരെ ബലമേൽപ്പിക്കുന്നു, ഉപദേശകരാക്കി വെക്കുന്നു, അവർക്ക് വേണ്ടി പണമിറക്കുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ സ്വയം സമ്പാദ്യം ഉണ്ടാക്കുന്ന ഒരു ജനമായി പലരും മാറുക. ഇദ്ദേഹത്തെ ഞാൻ പറയുന്നില്ല, ഇദ്ദേഹമാണെന്ന് ഞാൻ പറയുന്നില്ല. ഇനി ഇദ്ദേഹത്തിനെതിരെ പറഞ്ഞു എന്ന് പറയണ്ട, ഇദ്ദേഹത്തിനെതിരെ ഞാൻ പറയുന്നില്ല. പൊതുവെ നടക്കുന്ന വിഷയം പറയുക. ഇദ്ദേഹം അങ്ങനെ പണം ഉണ്ടാക്കുന്നു എനിക്കറിഞ്ഞുകൂടാ. പൊതുവെ നടക്കുന്ന വിഷയം, സ്വയം പ്രവാചകന്മാരെ ചമഞ്ഞുകൊണ്ട് സഭയ്ക്കെതിരെയും വിശ്വാസത്തിന്റെ കാതലായ വശങ്ങൾക്കെതിരെയും നിന്നുകൊണ്ട് ജനങ്ങളെ ഭ്രമിപ്പിക്കുകയും കെട്ടുകഥകൾ കൊടുക്കുകയും അവരെ തങ്ങളിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്ന ഈ ഒരു സുവിശേഷം ക്രിസ്തു കേന്ദ്രീകൃതമല്ല. അതിൽ നിന്ന് പിന്മാറുവാനായി ക്രിസ്ത്യാനി എന്ന് അവകാശപ്പെടുന്ന വ്യക്തികൾ എല്ലാ സഭകളിൽ നിന്നും തീരുമാനമെടുത്ത് ക്രിസ്തുവിൽ പിന്മാറണമെന്ന് ആഗ്രഹിക്കുകയാണ്. ദൈവരാജ്യം വളരാൻ മാനസാന്തരപ്പെടുവിനെന്ന കർത്താവ് ആവശ്യപ്പെട്ടത് പ്രവചനം പറയാനല്ല. ഓരോ പ്രവചനവും ദൈവം നൽകുന്നുണ്ടെങ്കിൽ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ളതാ, അത് ഭൗതികമായ പ്രോസ്പെരിറ്റിക്ക് വേണ്ടിയിട്ടല്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.